ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസ് ഏറ്റവും ആദ്യം കണ്ട ആളുകൾ പിന്നീട് അത് ജനകീയമായപ്പം ഇപ്പോൾ ഈ പറയുന്ന ഊളകളും കോളനികൾ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമായിരുന്നല്ലോ. അങ്ങനത്തെ ടേം ഉപയോഗിച്ചാൽ ഇപ്പം എല്ലാവന്മാരും കണ്ടു തുടങ്ങി. ഞങ്ങളൊക്കെ കണ്ട സമയത്ത് ഇവിടെ താൻ എന്താ ചെയ്തത്, താനിത് കുറച്ച് നേരത്തെ കണ്ടു എന്നുള്ളല്ലാണ്ട് വേറൊരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല. അതായത് ജസ്റ്റ് ബിക്കോസ് യു ഗോട്ട് എക്സ്പോഷർ ടു സംതിങ് a bit early, that doesn't make you special or anything. You haven't contributed to anything. കേരളത്തിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചർ ഒരിക്കലും നമ്മൾ കണ്ടിട്ടുള്ള അമേരിക്കയിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചറിനെ ആയിട്ട് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. വിരലുണ്ടാവുന്ന ഇൻഡിപെൻഡൻ്റ് ആൽബങ്ങളെ നമ്മൾക്ക് ഓർമ്മയിലുള്ളൂ. പഴയ ചെമ്പകമേ അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ കുറച്ച് പാട്ടുകൾ, തൈക്കൂടം, അങ്ങനെ. പക്ഷെ ഇഫ് യു ലുക്ക് ഇൻ്റർനാഷണലി സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെക്കാൾ വലിയ സൂപ്പർ സ്റ്റാറുകൾ മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്. അവിടെ അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഗൺ വയലൻസും ഹുഡ് കൾച്ചറിൽ നിന്നൊക്കെയാണ്. നമുക്ക് പാലാരിവട്ടത്ത് ഗൺ വയലൻസ് ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഗാങ്സ്റ്റർ റാപ്പ് പറയുന്നതിൽ അർത്ഥമില്ല. ഇത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കാര്യം ഇവിടെ സംസാരിക്കാൻ പറ്റില്ല. ലൈക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഇവിടെ വലിയ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതിൽ 2 തരത്തിലുള്ള സംസാരങ്ങൾ ഞാൻ കേട്ടിട്ടുള്ളത്. സിനിമയിലേക്ക് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ അല്ലെങ്കിൽ അതിൻ്റെ വക്താക്കൾ കടന്നു വരുന്ന സമയത്ത് ഒരുപക്ഷെ സിനിമ ഈ പറയുന്ന ഹിപ്പ് ഹോപ്പ് കൾച്ചറാണെങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെട്ട് കാലങ്ങൾ കൊണ്ട് പടുത്തുണ്ടാക്കിയൊരു കാര്യം കൂടിയാണ്. അതിനെ വിഴുങ്ങി കളയാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് അതിന് കുറച്ചുകൂടെ വലിയ സ്പേസ് കിട്ടുകയാണ്, വൈഡർ ഓഡിയൻസിലേക്ക് അത് സിനിമയിലൂടെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റു മീഡിയത്തിലൂടെയും കിട്ടുകയാണ് എന്നുള്ള 2 അഭിപ്രായങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള ഒരു ടേക്ക് എന്താണ്? ഏത് ഹിപ്പ് ഹോപ്പ് കൾച്ചറാണ് ഇവിടെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് മ്യൂസിക്, ഹിപ്പ് ഹോപ്പ് കൾച്ചർ എന്നുള്ളതല്ല, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത കാര്യം. അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഹിപ്പ് ഹോപ്പ് കൾച്ചറിനെ പറ്റി പെർട്ടിക്കുലർലി ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം കേരളത്തിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചർ ഒരിക്കലും നമ്മൾ കണ്ടിട്ടുള്ള അമേരിക്കയിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചറിനെ ആയിട്ട് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവിടെ അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഗൺ വയലൻസും ഹുഡ് കൾച്ചറിൽ നിന്നൊക്കെയാണ്. നമുക്ക് പാലാരിവട്ടത്ത് ഗൺ വയലൻസ് ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഗാങ്സ്റ്റർ റാപ്പ് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്ന പോലുള്ള. അപ്പം മിയർലി ഇമിറ്റേറ്റിംഗ് what the West has done and then this is what hip hop is എന്ന് പറയുന്നത് is crap. I don't believe in it. അതിനകത്തൊരു കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരണം. അപ്പം ഇവിടെ അത് സംഭവിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അവർക്ക് പറയാനുള്ള പോലെ 50-60 വർഷത്തെ ലെഗസി നമ്മുടെ മലയാളം ഹിപ്പ് ഹോപ്പിനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് പറയാനുള്ള സമയമായില്ല. ഇറ്റ്സ് ജസ്റ്റ് ഇവോൾവിങ്. പിന്നെ സിനിമ പോലൊരു മുഖ്യധാര മീഡിയമിലേക്ക് വരുമ്പം എൻ്റെ പേഴ്സണൽ ആഗ്രഹം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവണം എന്നുള്ളതാണ്. ബട്ട് ഫോർ എൻ ആർട്ടിസ്റ്റ് ഹൂസ് കമ്മിങ് ഫ്രം നത്തിങ്, അയാൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം അയാൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, ആസ് ഫാർ ആസ് അയാളുടെ സിനിമയിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും മറ്റേതിനും അയാൾ 2 രീതിയിലുള്ള ജേർണി ആയിട്ട് കാണുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി സിനിമയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നിട്ട് ഞാൻ ഇൻഡിപെൻഡൻറ്റ് തുടങ്ങാൻ കാര്യം അതിൽ എൻ്റെ ഒരു ഓൾട്ടർ ഈഗോ പേര് NJ എന്നുള്ള പേര് അഡാപ്റ്റ് ചെയ്യാൻ കാര്യം തന്നെ എൻ്റെ മൂവി ഇമേജ് എനിക്ക് അതിനകത്തേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതുകൊണ്ട്. ആദ്യത്തെ പാട്ടുകൾ ഇറക്കിയതൊക്കെ എൻ്റെ പേര് വെച്ചിട്ടല്ല. അപ്പം സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു എക്സ്പോഷർ ഉണ്ടാവുമെങ്കിൽ പോലും ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങുമ്പോൾ എനിക്ക് ഒരു സബ്സ്ക്രൈബറും ഇല്ലാതെ ഇരുന്ന് എന്താ പറയുക, ആ ജംഗിൾ സ്പീക്സ് ഒക്കെ ഇറക്കുമ്പോൾ 10-25 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. പണിപാളി എന്ന് പറഞ്ഞൊരു പാട്ട് കൊണ്ടാണ്. ഐ ഡോണ്ട് തിങ്ക് മൈ മൂവി ഇമേജ് കോൺട്രിബ്യൂട്ടഡ് ടു ദാറ്റ്. എനിവേസ്, എൻ്റെ ആഗ്രഹം പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഈ സിനിമയിലുള്ള പാട്ടുകളല്ലാത്ത പാട്ടുകൾ ഓടണം. കാരണം പ്രത്യേകിച്ച് മലയാള സിനിമയിൽ സിറ്റുവേഷണൽ സോങ്സിന് മാത്രമേ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ കഥകളാണെങ്കിൽ മോസ്റ്റ്ലി മിഡിൽ ക്ലാസ് ലൈഫുകളും സ്ലൈസ് ഓഫ് ലൈഫ് പരിപാടികളും. ഇപ്പോഴാണ് ആവേശം പോലുള്ള പടങ്ങളൊക്കെ വീണ്ടും അല്ലെങ്കിൽ ഒരു ARM പോലുള്ള പടങ്ങളൊക്കെ വീണ്ടും മലയാളത്തിൽ വന്നു തുടങ്ങി. അതിനു മുന്നേ നമുക്ക് വളരെ ഇതായിട്ടുള്ള പ്രണയഗാനങ്ങളും ആൾക്കാർ ബിഹേവ് ചെയ്യുന്ന പാട്ടുകളൊക്കെ ഇതിന്. അപ്പം തമിഴിൽ പോലും മറ്റ് രീതിയിലുള്ള പാട്ടുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് മ്യൂസിക്കിൽ ഇത്രയും ജോൺറസും സബ് കൾച്ചേഴ്സും ഒക്കെ ഉള്ള സമയത്ത് ഇതിനൊന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതേപോലെ പ്ലേ ബാക്ക് സിംഗേഴ്സിന് മാത്രമേ ഒരു റെക്കഗ്നീഷൻ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നിയ ഒരു കാര്യമായിരുന്നു. കാരണം ഒറിജിനൽ സോങ്ങുകൾ ചർച്ച ചെയ്യപ്പെടണം, ഒറിജിനൽ സോങ് ഹിറ്റാവണം. അപ്പം ഞാൻ ആ സ്പേസിലേക്ക് അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ലൈവ് എൻ്റർടൈൻമെൻറ്റ് സീൻ വലുതാവണം. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ്. അപ്പോൾ തൈക്കൂടം പോലുള്ള ബാൻഡുകളും ഈ പറയുന്ന ഓൾട്ടർനേറ്റ് റോക്ക് ജോണറിലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിലും
വിരലെണ്ണാവുന്ന ഇൻഡിപെൻഡൻ്റ് ആൽബങ്ങളെ നമ്മൾക്ക് ഓർമ്മയിലുള്ളൂ. ഇപ്പോൾ പഴയ ചെമ്പകമേ, അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ കുറച്ച് പാട്ടുകൾ, തൈക്കൂടം, അങ്ങനെ. പക്ഷെ ഇഫ് യു ലുക്ക് ഇൻ്റർനാഷണലി സിനിമയിലെ സൂപ്പർ സ്റ്റാറുകളെക്കാൾ വലിയ സൂപ്പർ സ്റ്റാറുകൾ മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്. ടൈലർ സ്വിഫ്റ്റ് ആവട്ടെ, കാന്യെ വെസ്റ്റ് ആവട്ടെ, ഡ്രേക്ക് ആവട്ടെ, കെൻഡ്രിക് ലമാർ ആവട്ടെ. അപ്പോൾ ആ രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് സ്പേസ് വളരുക തന്നെ വേണം. സിനിമയ്ക്ക് പാരലലി നിൽക്കുന്ന ഒരു മാധ്യമമായിട്ട് വളരണം. പക്ഷെ അവർ സിനിമയിൽ പാട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോയെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. അല്ല, അത് ബേസിക്കലി പ്യൂറിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, പ്യൂറിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു എല്ലാത്തിൻ്റെയും എന്താ പറയാ ഐഡിയൽ രൂപം. They consider some form of regulations as their Bible. അപ്പോൾ ഇതാണ് ഇതിന്റെ ഏറ്റവും ഉദാത്തമായ രൂപം. കലക്കുണ്ടോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഇതിനെ ഇംപ്രവൈസ് ചെയ്യുമ്പോഴും ആസ് എൻ ആർട്ടിസ്റ്റ് യു ഷുഡ് ബി ഏബിൾ ടു ഇംപ്രവൈസ് ആൻഡ് merge the borders. അപ്പം നിങ്ങളൊരു ട്രൂ ആർട്ടിസ്റ്റ് ആണെങ്കിൽ യു വിൽ നെവർ ബി എ പ്യൂറിസ്റ്റ്. എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് മാത്രമേ ക്ലാസിക്കൽ നൃത്തവും ക്ലാസിക്കൽ സംഗീതവും മാത്രമേ ഞാൻ സംഗീതമായി അംഗീകരിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പാഴാണെന്ന് പറയുന്ന ആൾക്കാരും പ്രശ്നക്കാരാണ്. തിരിച്ച് എന്താ പറയുക, ഭരതനാട്യം കളിക്കുന്നവരെ തയ്യാറോ എന്ന് പറയുന്ന, ലൈക്ക് സി ദിസ് ഇസ് വാട്ട് ആസ് എൻ ആർട്ടിസ്റ്റ് യു ഷുഡ് ബി ഓപ്പൺ ടു എവറി ഫോം ഓഫ് ആർട്ട്. അപ്പം ഇന്നത് മാത്രമേ അങ്ങനെ പറയുന്ന ആൾക്കാർ നമ്മൾ ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയും. ഇവർ ബേസിക്കലി ഇമിറ്റേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഇവർക്ക് ഒറിജിനാലിറ്റി ഇല്ലാത്ത ആളുകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇവർ നമ്മൾക്കിപ്പോൾ ഒരു കണ്ടന്റിനോട് അല്ലെങ്കിൽ മിയർലി ബൈ ബീങ് എ സ്പെക്ടേറ്റർ പീപ്പിൾ ട്രൈ ടു ഗേറ്റ് കീപ്പ്. ഇപ്പം ഞാൻ ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സീരീസ് ഏറ്റവും ആദ്യം കണ്ട ആളുകൾ പിന്നീട് അത് ജനകീയമായപ്പം ഇപ്പം ഈ പറയുന്ന ഊളകളും കോളനികൾ എന്നൊക്കെയുള്ള പദം ഉപയോഗിക്കുമായിരുന്നല്ലോ, അങ്ങനത്തെ ടേം ഉപയോഗിച്ചാൽ ഇപ്പം എല്ലാവന്മാരും കണ്ടു തുടങ്ങി. ഞങ്ങളൊക്കെ കണ്ട സമയത്ത് ഇവിടെ താൻ എന്താ ചെയ്തത്, താനിത് കുറച്ച് നേരത്തെ കണ്ടു എന്നുള്ളല്ലാണ്ട് വേറൊരു ക്വാളിറ്റി ഒന്നും എനിക്കില്ല. അതായത് ജസ്റ്റ് ബിക്കോസ് യു ഗോട്ട് എക്സ്പോഷർ ടു സംതിങ് a bit early that doesn't make you special or anything, you haven't contributed to anything എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇന്നതാണ് ഉദാത്തമായത്, ഇന്നതാണ് അങ്ങനെയൊന്നുമില്ല. ഒരു ആർട്ടിസ്റ്റ് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ആസ്വദിച്ചാൽ മതി, അതല്ലാത്തതിനും ഇവിടെ റൂമുണ്ട്. ജനങ്ങളെ കൊണ്ട് കൈയടിപ്പിക്കാൻ പറ്റിയ എന്ത് കണ്ടന്റും യു കനോട്ട് റൈറ്റ് ഓഫ് ദാറ്റ്. അത് ഡെമോക്രസി ഇല്ല, അത് വിൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ എഗെയിൻ ഏറ്റവും നിലവാരം അല്ലെങ്കിൽ ഏറ്റവും ആഴമുള്ളതും ഏറ്റവും ജനകീയമാവണമെന്നില്ല. പക്ഷെ ഏറ്റവും ജനകീയമായത് ഏറ്റവും മോശമാണെന്ന് നമ്മൾ പറയാൻ പാടില്ല.